നമസ്കാരം. ഇന്ന് നല്ല അന്തരീക്ഷം കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസത്തെ നല്ല മഴയും ഇടിമിന്നലും ഒക്കെ ആയിട്ട് അന്തരീക്ഷം ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര പോലും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിനും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ 90ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അച്ഛൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് മക്കളെല്ലാവരും കൂടിയിട്ട് ഈ പിറന്നാളൊക്കെ ഒന്ന് ആഘോഷിക്കണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഈ പിറന്നാളൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ആർക്കും നേരം ഉണ്ടാവാറില്ല. തിക്കും തിരക്കും എല്ലാവർക്കും തിരക്കുള്ള സമയങ്ങളായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊന്നും ആർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അച്ഛൻ്റെ ഒപ്പം കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ച് എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്നാലും അച്ഛൻ ഞങ്ങളെല്ലാവരും വന്ന സന്തോഷത്തിൽ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ഞങ്ങൾ ചേട്ടത്തി ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ചേച്ചി ഉണ്ടായിരുന്നു സഹായത്തിന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സദ്യയൊക്കെ കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ കേക്കൊക്കെ മുറിച്ച് അച്ഛന് കൊടുക്കുക കേട്ടോ. അച്ഛന് അധികം മധുരം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എല്ലാവരും കുറേശ്ശൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ അളിയൻ പിന്നെ ചേച്ചിയും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇളമയും പ്രഭു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യ ഉണ്ണാനായിട്ടിരുന്നു. അപ്പോൾ സദ്യക്ക് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം കേട്ടോ. എല്ലാവരും കൂടി സദ്യ വിളമ്പലും ഒക്കെ ആയിരുന്നു. ഇവിടെ മൺചേട്ടനൊക്കെ ഇരുന്ന് കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇനി അടുത്തത് സദ്യയുടെ പരിപാടിയാണ്. അച്ഛന് ഇലയൊക്കെ ഇട്ടു സദ്യ. അച്ഛൻ കുറേ നാളായി പച്ചക്കറിയൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അച്ഛന് വയറിനൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അധികം എരിവൊന്നും കഴിക്കാറില്ല. അപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല. അപ്പോൾ കുറച്ച് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയ സന്തോഷത്തിൽ അച്ഛൻ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ വിളമ്പി കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടി സദ്യ കൊണ്ട് സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അച്ഛനോട് യാത്ര പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അച്ഛൻ ഞങ്ങളെ യാത്രയാക്കാനായിട്ട് പടിയുടെ അവിടെ വരെ നടന്നു വന്നു കേട്ടോ. സന്തോഷമായിട്ട്